ബ്ലാക്ക് റൈസ് ചമ്പാവരി, കൂടെ കനലിച്ചുട്ട നല്ല പപ്പടം, കഞ്ഞി കൂട്ടായി നല്ല നാരങ്ങ അച്ചാറ്, ഇടിച്ചമന്തി, പിന്നെ ചെറുപയർ. അന്തസ്. ഈ അന്തസ്സിൻ്റെ കഥ പറയുമ്പോഴാണ് ഈ ഹോട്ടലിനെ ലോകപ്രശസ്തി എത്തിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒട്ടാകെ ഈ ഹോട്ടലിൻ്റെ കഥകൾ പറഞ്ഞു തന്ന വ്യക്തി നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം. 20 വർഷത്തോളം രാവിലെയും വൈകുന്നേരവും അദ്ദേഹം ഭക്ഷണം കഴിച്ചത് തിരുവനന്തപുരത്തെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ വെച്ചാണ്. അദ്ദേഹം പറഞ്ഞു കേട്ട് അദ്ദേഹം പറഞ്ഞ ആ രുചിപ്പിരും അറിഞ്ഞ് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. പൂവെ നല്ല കഥകൾ കേൾക്കാം. പഴയകാല അബ്ദുൽ കലാം ജീവിച്ച, അത് 20 വർഷത്തോളം ജീവിച്ച ട്രിവാൻഡ്രത്തെ ഈ പരിസര പ്രദേശങ്ങളുടെ കഥകൾ കേൾക്കാം. വാ. ഈ ചിത്രത്തിന് പിന്നിലൊരു കഥയുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ കലാം സാറിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം വഴുതിക്കാട് ഡെഫ് ആൻഡ് ഡം സ്കൂളിൽ വന്നു. വഴിയിൽ നിന്ന് കൈ കാണിക്കുകയും നമ്മൾ പതുക്കെ സദസ്യരുടെ ഇടയിലോട്ട് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛനും ഞാനും കൂടെ സദസ്സിന് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കൈ കാട്ടി വിളിക്കുകയാണ് ചെയ്തത്. അകത്തോട്ട് വരാൻ പറഞ്ഞു, സ്റ്റേജിനകത്തോട്ട്. അപ്പോൾ സ്റ്റേജിനകത്ത് ചെന്നപ്പോൾ സൗഖ്യമാ എന്നൊക്കെ ചോദിച്ച് വളരെയധികം സൗഹൃദ സംഭാഷണം നടത്തി. അതിനുശേഷം അച്ഛൻ പറഞ്ഞു എനിക്കൊരു ബൊക്കെ തരണമെന്നുണ്ട്. ആ ബൊക്കെ കൊടുക്കുന്ന രംഗമാണ് ഇതുള്ളത്. 22 കൊല്ലമാണ് രാവിലെ വൈകുന്നേരവും അബ്ദുൽ കലാം സാർ ആഹാരം കഴിച്ചത്. അത് ഒരിക്കലും മറക്കാനൊക്കെ ഒക്കില്ല. തുടങ്ങിയിട്ട് ഏകദേശം 50 കൊല്ലം കഴിഞ്ഞു. അതെ, 50 കൊല്ലം കഴിഞ്ഞു. അതെ അതെ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതിൽ ഐറ്റം വന്നിട്ട് പുട്ട്, പയർ, പപ്പടം. കാരണം ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഓയിൽ ഇല്ലാത്ത ഫുഡാണ് കൂടുതൽ. പിന്നെ പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ പഴം, പിന്നെ ആ കോമ്പിനേഷൻ ഉപ്പുമാവ് പഴമാണ് നല്ല കോമ്പിനേഷൻ. നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ട്. പുട്ടിന് 4-5 ഐറ്റം ഇല്ലേ? പുട്ടിൻ്റെ ചമ്പാവുണ്ട്, റാഗി, ഓട്സ് ഉണ്ട്, മൾട്ടിഗ്രെയിൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചോളത്തിൻ്റെ പുട്ടുണ്ട്. നമുക്ക് ദോശ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ്? ദോശയിൽ നെയ്റോസ്, മസാല ദോശ, പ്ലെയിൻ ദോശ, പൊടി ദോശ, അതൊക്കെയാണ്. രാവിലെ വൈകുന്നേരം അവൈലബിൾ. ഉച്ചയ്ക്ക് ചോറ് കാര്യങ്ങൾ? ചോറും കാര്യങ്ങളും. പിന്നെ പൊറോട്ടയും ഫിഷ് കറി ഉണ്ടാവും. ഉണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു. ആദ്യം ഒരു 1-2 വർഷമില്ലായിരുന്നു. പിന്നെ ആൾക്കാർ വന്ന് റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ കഞ്ഞി തുടങ്ങിയത്. പിന്നെ രാത്രി ഫിഷ് ഐറ്റം എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഫിഷ് ഐറ്റം എല്ലാം ഉണ്ടാവും. ഈ പൊറാട്ടയും ചപ്പാത്തിയൊക്കെ രാത്രി ഉണ്ട്? രാത്രി ഉണ്ട്, ഉച്ച മുതൽ ഉണ്ടാവും. അപ്പോൾ രാത്രി കറി ഐറ്റംസ് എന്തൊക്കെ ഉണ്ടാവും നമുക്കിപ്പോൾ? കറി ഐറ്റംസ് സോയ ചങ്ക്സ് കറിയുണ്ട്, ടൊമാറ്റോ കറി ഉണ്ടാവും, ഗ്രീൻ പീസ്, മുട്ടക്കറി ഉണ്ട്. രാജോട് പൊതുവെ കഞ്ഞിയാണോ അല്ലെങ്കിൽ രാത്രി? അങ്ങനെയല്ല, ഞാൻ ചിലപ്പം ഒരു ഗ്ലാസ് ബ്ലാക്ക് റൈസ് കഴിക്കും. രാജോട് പൊതുവെ കഞ്ഞിയാണോന്ന് ചോദിച്ചു. കഞ്ഞിന് മൂവിങ് ഐറ്റം ഏതായിരിക്കും? ചമ്പാ കഞ്ഞിയാണ് കൂടുതൽ പോകുന്നത്. കൂടുതൽ. നമ്മൾ എക്സ്ട്രാ ലൊക്കേഷൻ പറയുമ്പം ട്രിവാൻഡ്രത്തിപ്പം തമ്പാനൂരിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം ഇല്ല. ഇല്ല. ഗാന്ധാരി അമ്മ കോഴിക്കോട്. അതെ, ഗാന്ധാരി അമ്പലം പുറത്താണ്. നല്ല മത്തിക്കറിയും കഞ്ഞിയും. കഞ്ഞി വേണ്ടവർ കഞ്ഞി കുടിക്കാം, പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെ വേണ്ടവർ അങ്ങനെ കഴിക്കാം. ഉച്ചയ്ക്ക് നല്ല ഊണ് കഴിക്കണേ. ഊണ് എന്തൊക്കെയാ ഐറ്റങ്ങൾ? ഇപ്പം ഊണിന് നമുക്കൊരു 4 സൈഡ് ഡിഷ് ഉണ്ടാവും. പിന്നെ സാമ്പാർ, രസം, മോര്, പരിപ്പ്, പിന്നെ പപ്പടം ഉണ്ടാവും, പൊരിച്ച പപ്പടം. പിന്നെ ഒരു 10 ഐറ്റം മീനും ഫിഷ് ഫ്രൈ ഉണ്ടാവും. അപ്പം നമ്മൾ വല്ല വിട്ടേക്കിട്ട് നല്ല കഞ്ഞിയും കുടിച്ച് രാത്രി നല്ല ഉറക്കം. അതെ, സുഖനിദ്ര. രാജുവേട്ടാ, ഓക്കെ, വീണ്ടും സന്ധിക്കാം. എല്ലാവരോടും പറഞ്ഞേക്കൊരു ബൈ. ബൈ ബൈ. ബൈ ബൈ. കാണാം. ബൈ.